ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മീരാസ് വിങ്സ്. ഇതൊരു സ്റ്റേക്കേഷൻ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ചേർന്നാണ് സ്റ്റേക്കേഷന് പോകുന്നത്. ഇനി എൻ്റെ സിസ്റ്ററും ഫാമിലിയും എത്താനുണ്ട്. ബാക്കി എല്ലാവരും ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ലോബിയുടെ ഫ്രണ്ട് സൈഡിലായിട്ട് വെയിറ്റിംഗ് ആണ്. അവർ കാർ കൊണ്ട് പാർക്ക് ചെയ്യും. ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ ചെക്കിങ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്ത് അകത്തോട്ട് പോവാണ്. ഇതാണ് ലോബി ഒരു രക്ഷയുമില്ല. ഇവിടെ വന്നിട്ട് ഒരുപാട് സ്റ്റേക്കേഷനിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ലോബി ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. Couple of the year. അങ്ങനെ ഞങ്ങൾ ഇതിവിടുത്തെ മെയിൻ ലോബിയിലെ വാഷ്റൂമാണ്. ഒരു ലക്ഷറി ലുക്കാണ്. ഫുൾ മിറർ കൊണ്ടുള്ള ഒരു വർക്കാണ് ഇവിടെ. ഞാൻ വീണ്ടും ഇത് ശ്രദ്ധിച്ച് നോക്കിയാലേ ഓക്കെ ഇത് വാഷ്റൂം ആണെന്ന് നമുക്ക് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് ഒരു വാഷ്റൂം ആണെന്നേ തോന്നത്തില്ല. ധന്യ ഇവിടെ ദുബായിൽ വന്നിട്ട് ആദ്യത്തെ സ്റ്റേക്കേഷൻ അല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മീൻസ് റൂമിലൊന്നും കയറിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ചെക്കിങ്ങിന് വെയിറ്റിംഗ് ആണ്. ചുമ്മാ ഇരുന്ന സമയത്തൊന്നും ധന്യ അടുത്തൊന്ന് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ആർ യു എക്സൈറ്റഡ്? ഫാമിലിയോടെല്ലാം ഒരുമിച്ച് ഇപ്പോഴാണ് നമ്മളൊരു സ്റ്റേക്കേഷൻ ഫൈനലി നമ്മൾ പ്ലാൻ ചെയ്ത് നടന്നത്. അപ്പോൾ ഓവറോൾ നല്ല ഭംഗിയുണ്ട്. എൻട്രൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ബാത്റൂമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതെ, ഞാൻ അതിൻ്റെ ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം റൂമിൽ ചെന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതെ, പൊളിയായിരിക്കും. റൂം സൂപ്പർ ആയിരിക്കും. ഞാനും എക്സൈറ്റഡ് ആണ്. ഇതൊക്കെ വരുന്നത് ലോബിയിലാണ്. ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങളുടെ ചെക്കിനൊക്കെ കഴിഞ്ഞു. കീ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാവരും വെയിറ്റിംഗ് ആണ് റൂമിലോട്ട് പോവാൻ. അപ്പം ഞങ്ങളിതാ ഇപ്പോൾ റൂമിലോട്ട് പോവാണ്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 59th ഫ്ലോറിലെ റൂമാണ്. This is the cribs. Yes. Studio. ഹലോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഗേൾസ് ബെഡ്റൂം. ഇങ്ങനെ റൂമിൽ കയറി ആദ്യം നല്ല റൂം നോക്കി ഞങ്ങൾ അങ്ങ് ഗേൾസ് എടുത്തു. അത്യാവശ്യം വലിയ റൂമായിരുന്നു. ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ബുർജ് ഖലീഫ വ്യൂ കണ്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കുക. എവിടെ നമുക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ടല്ലേ? അതെ, നല്ല വിശപ്പുണ്ട്. ഭർത്താക്കന്മാര് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ എന്ത് വാങ്ങിക്കൊണ്ട് വരുമോന്ന് അറിയത്തില്ല. സമയം ഇപ്പോൾ 6 മണിയാകാൻ പോകുന്നു. അങ്ങനെ എൻ്റെ സിസ്റ്ററും ഫാമിലിയും എത്തി. ഞാൻ കാത്തിരിക്കായിരുന്നു പിള്ളേരുടെ കൂടെ കളിക്കാനായിട്ട്.
ഫസ്റ്റ് ടൈം മീറ്റിംഗ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് സൺസെറ്റ് ടൈമായി 6:30 ആകാൻ പോവാണ്. അപ്പോൾ റൂമിൽ നിന്നുള്ള വ്യൂ ഇതാണ്. സൺസെറ്റ് ടൈമാണ്. അവസാനത്തെ ആള് വർഷയാണ്. അങ്ങനെ ഫൈനലി വർഷയും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. പൂൾ ടൈം 8 to 10 ആണ്. എവിടെ പോകുന്നത്? ബാറ്ററി ഉണ്ട്. ഒന്ന് ടോക്കി ബ്രാൻഡ് ഉണ്ട്. അതാണ് ഈ 275. പിന്നെ ജർമ്മൻ പിള്ളേരുടെയാ. ഇത് കുട്ടികളുടെ പൂളാ. എടുക്കോ. കിഡ്സാ. അതുനെ പിടിക്ക്. Wow. സാധാരണ പിള്ളേർക്ക് പേടിയാണ്. ഞാൻ മെയിനായിട്ട് സ്റ്റേക്കേഷന് വരുന്നത് ഈ പൂളിൽ കളിക്കാനാണ്. പിന്നെ നല്ല രസമുള്ള പൂളായിരുന്നു. ബ്ലൂ വാട്ടർ ആയിരുന്നു. കുറച്ച് മുമ്പിലോട്ട് വന്നോ. അങ്ങനെ ഇതാ പൂൾ ടൈമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ പൂളിൽ പോയിട്ടൊക്കെ വന്നു. കുളിച്ച് ഫ്രഷായി. ഇനി ഞങ്ങൾക്ക് ലുലു പോകണം. കുറച്ച് കുക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വേണ്ടേ. ഇത് നോക്കി എന്താ കാണിക്കുന്നേ. അങ്ങനെ ഇതാ ഞങ്ങൾ കുറച്ച് പേര് ലുലു പോവാണ്. നൈറ്റ് ഡിന്നറിൽ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല രസമാണല്ലോ എല്ലാവരും കൂടി ചേർന്ന് കുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ലുലു പോയി സാധനം വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൊട്ടടുത്ത് ദുബായ് മോളാണ്. ഇത് ദുബായ് മോളിൽ വേറൊരു സൈഡായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അവിടെയാണ് ലുലു ഉള്ളത്.
അപ്പം ലുലുവിനകത്ത് വെച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ്ലി ഞാൻ എൻ്റെ കോളേജ് മേറ്റിനെ കണ്ടു. ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അധികം സംസാരിക്കാനും ആക്ച്വലി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂടി പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികവും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെ സാധനം എടുക്കുന്നു എന്നുള്ളത് എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറിയും പിന്നെ കൂടെ പെറോട്ടയുമാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ റൂമിലോട്ടെത്തി. ഇവിടെ നമുക്ക് ഐഡിയുടെ ഹാഫ് കുക്ക്ഡ് പെറോട്ട കിട്ടുമല്ലോ, അതും പിന്നെ ചിക്കൻ കറിയുമാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഓക്കേ, എന്താ ചെയ്യുന്നത്? ഞാനാണ് ഏറ്റവും വലിയ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പാടുള്ള പണി. വല്ലതും നടക്കുമോ? ആണോ? എന്ത് ചെയ്യുന്നു മീര? കുക്കിംഗ്. ചിക്കൻ കറി ഉണ്ടാക്കുന്നു. എന്താ? എവിടേക്ക് എന്തൊക്കെ ലൈറ്റ് പോകും? ഇവിടെ എയർ ഫ്രയർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്നുള്ള നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ല. ഭയങ്കര രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബർജ് ഖലീഫയിൽ ഇങ്ങനെ ലൈറ്റൊക്കെ മാറി മാറി വരുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു. എത്ര തവണ നമ്മൾ കണ്ടാലും മടുക്കാത്ത ഒരു വ്യൂ ആണ് ബർജ് ഖലീഫ. പിന്നെ ഞങ്ങളിതാ ഹേസുവിൻ്റെ ഫേവറേറ്റ് സോങ് ഒക്കെ ഇട്ട് ഡാൻസൊക്കെ കളിപ്പിച്ചു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ബാക്ക് ടു കുക്കിംഗ് ആയി. കുക്കിംഗ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ട്. ചിക്കൻ കറി ആയി. പിന്നെ ഇതാ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ കഴിക്കാനിരുന്നു. അപ്പോൾ ആദ്യം കഴിച്ചത് ഞങ്ങളായിരുന്നു. അവർ ബോയ്സ് ഒക്കെ പിന്നെ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അത്യാവശ്യം എല്ലാവരും ടയേർഡായി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കിടക്കാൻ പോവാണ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് നേരത്തെ തന്നെ ചെക്ക് ഔട്ട് ചെയ്യണം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പോൾ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു. ഞങ്ങൾക്കൊരു 12:30 ചെക്ക് ഔട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് കോഫിയൊക്കെ കുടിക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും അതിനുശേഷം റെഡി ആവുകയാണ്. ചെക്ക് ഔട്ടിന് സമയമായി. ചെറിയ വിഷമമൊക്കെ ഉണ്ട്, എന്നാലും സമയത്തിന് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണമല്ലോ. പിന്നെ വേറൊരു സൈഡ് പാക്കിങ് നടക്കുവാണ്. ഞങ്ങൾ റെഡി ആവുകയാണ്. തിരിച്ചു വരൂ. It's okay?
എല്ലല്ലേ ഞങ്ങള് പോവാണ്. സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞു. സോ സാഡ്. പെട്ടെന്ന് കഴിഞ്ഞു. ഹായ്, വന്നോ? അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് ഈ അപ്പാർട്ട്മെന്റ് വിട്ട് പോവാണ്. നല്ലൊരു സ്റ്റേക്കേഷൻ ആയിരുന്നു. ഇതുപോലെ വീണ്ടും ഒരു സ്റ്റേക്കേഷൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.